ഓണം റിലീസുകളിൽ ലീസ്റ്റ് എക്സ്പെക്ടേഷൻസ് ഉള്ളൊരു സിനിമയായിരുന്നു ഓടും കുതിര ചാടും കുതിര. എങ്കിലും ഇതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കണ്ടൊരു സിനിമയാണ് ഇത്. പൊട്ടൻഷ്യൽ സ്പോയിലേഴ്സ് ഉണ്ട് ഈ വീഡിയോയിൽ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ സിനിമ തുടങ്ങുന്നത് ഒരു മാരേജ് പാർട്ട് കാണിച്ചിട്ടാണ്. ഈ നിധി കുതിരനെ സ്വപ്നം കാണുന്ന ടോപ്പിക്ക് പറയുന്നു. പിന്നെ ലാല്, സുരേഷ് കൃഷ്ണ, വിനയ് ഫോർട്ട് ഇവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നിധി നവി എങ്ങനെ മീറ്റ് ചെയ്തു, ഇങ്ങനെ രസകരമായ കുറച്ച് പരിപാടികളുണ്ട് ആദ്യ ഹാഫിൽ. ഈവൻ ഈ ഒരു ടോപ്പിക്കിൽ നിൽക്കുമ്പോൾ സിനിമ രസമാണ്. കാരണം ടോട്ടലി കുറച്ച് ഡിഫറെൻ്റ് ആയ രണ്ട് ക്യാരക്ടേഴ്സ്, അവരുടെ ലോകം, അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് ഈ ഒരു സംഭവം നൈസായിട്ട് സിനിമയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രത്യേകത എന്തെന്നാൽ ഇതൊരു കൺവെൻഷണൽ കോമഡി ചിത്രമല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ആരും ചെയ്യുന്ന കൈൻഡ് ഓഫ് കോമഡി ഡ്രാമ അല്ല. ഇതിലെ കോമഡി സെഗ്മെൻറ്റ്സ് കാണിക്കുന്ന സമയത്ത് ഇതിനെല്ലാം ഒരു ഓവർ ദ ടോപ്പ് സമീപനമാണ് സിനിമ കൊടുക്കുന്നത്. ഞാൻ കുറേ സെഗ്മെൻറ്റ്സിൽ ലൗഡായിട്ട് തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചിരുന്നു. കാരണം പലപ്പോഴും പല മൊമെൻറ്റ്സും കയറി വരുന്നത് ഭയങ്കര എക്സ്ട്രീമായൊരു തലം പിടിച്ചിട്ടാണ്. അപ്പോൾ അതൊരു സർപ്രൈസായിട്ട് വരുമ്പോൾ അറിയാതെ ലൗഡായിട്ട് ചിരിച്ചിരുന്നു. എനിക്ക് ഈ കോമഡി പാർട്ട് കൊണ്ട് തന്നെ സിനിമ അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ഈസി ടാസ്ക്കായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം പെർഫോമൻസ് കൊണ്ട് അത്രയും പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ ഇതിലെ കോമഡി എലമെൻസുകൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാവും. കാരണം അത്രയും റിസ്ക്കാണ്. എന്നിട്ടും പലരും ഈ പരിപാടി നൈസായിട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രവും ലാലും ഇല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് അത് വല്ലാത്ത മിസ്സിങ് ആവും. കാരണം പ്രോപ്പറായൊരു ബാക്കിങ് സിനിമയ്ക്ക് കൊടുക്കുന്ന പെർഫോമൻസാണ് ലാൽ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്, സോളോ ആയിട്ട് വരുന്ന സീൻസ്, ഇതിലൊക്കെ പ്യുവർ ഡോമിനേഷൻ ആയിരുന്നു. ചില സീനുകളുടെ സെറ്റിങ്ങും ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസും കാണുമ്പോൾ എങ്ങനെയാവും ഇതൊക്കെ സാധിക്കുന്നത് എന്ന രീതിയിൽ ഭയങ്കര വണ്ടറടിച്ച ഒരു പെർഫോമൻസാണ് ഈ സിനിമയിൽ ലാൽ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഐ കാൺട്ട് ഇമാജിൻ ദിസ് ഫീലിംഗ് വിതൗട്ട് ഹിം. സിനിമയിൽ ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത, എന്നാൽ ഫോക്കസ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും തരാത്ത ക്യാരക്ടറാണ് വിനയ് ഫോർട്ട് അവതരിപ്പിക്കുന്ന സിബി. ശരിയാണ്, ചില ഭാഗങ്ങളിലോട്ട് സിനിമയെ എത്തിക്കണമെങ്കിൽ ഈ കഥാപാത്രത്തിൻ്റെ ആവശ്യം സിനിമയ്ക്ക് ഉണ്ട്. പക്ഷേ സിനിമ ഈ കഥാപാത്രത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതാണ് സിനിമയ്ക്ക് പ്രധാനമായിട്ടും ഫ്ലോസ് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നൈസായി പോയ ഫസ്റ്റ് ഹാഫിന് ശേഷം ഈ കഥാപാത്രത്തിൻ്റെ ജീവിതം കാണിക്കാൻ വേണ്ടി സിനിമ ശ്രമം നടത്തുമ്പോൾ സെക്കൻഡ് ഹാഫിലെ തുടക്ക ഭാഗങ്ങളൊക്കെ നല്ല ബോറിംഗ് അനുഭവമാണ് എനിക്ക് തന്നത്. ഈ സിനിമയ്ക്കുള്ള കുറവും ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, സിബി ഉണ്ടെങ്കിൽ ചില ഭാഗങ്ങളിലോട്ട് സിനിമ നീങ്ങുകയുള്ളൂ എന്ന്. അങ്ങനത്തെ ഒരു പാർട്ടാണ് ഇത്. ബോറിംഗ് ആയ കുറച്ച് മൊമെൻറ്റ്സിന് ശേഷം ഈ ഒരു പാർട്ടിലോട്ടാണ് സിനിമ എത്തുന്നത്. രേവതി പിള്ള അവതരിപ്പിക്കുന്ന രേവതി, ഈ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് പിന്നീടുള്ള സിനിമയിലെ സെഗ്മെൻറ്റ്സ്. അതാദ്യം സെറ്റായില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് നൈസായിട്ട് വന്നിരുന്നു. ഇതൊരു പ്രോബ്ലമായിട്ട് പറയാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പക്ഷെ നരേഷിൻ്റെ കാര്യത്തിൽ മാറ്റം വരുന്നൊരു കാര്യം പറയാം. അതായത് ഈ നിധി ആൻഡ് രേവതി സിനിമയുടെ രണ്ട് പാർട്ടുകളാണ്. ഈ നിധി പാർട്ട് മൊത്തത്തിൽ നൈസാണ്, പക്ഷെ രേവതി പാർട്ട് നല്ലതാണെങ്കിലും അത് ഫ്ലോഡാണ്. എന്ന് വെച്ചാൽ ഒരു പാർട്ട് നന്നായിട്ട് പാക്ക് ചെയ്ത് എൻ്റർടൈനിങ് ആക്കിയിട്ട് മറ്റേ പാർട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവമല്ല, എന്നാൽ ഫ്ലോഡായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. എന്നാലും കുഴപ്പമില്ലാത്തൊരു രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിലോട്ട് പോകുമ്പോൾ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. പെട്ടെന്ന് ക്ലിക്കാവുന്നൊരു ഭാഗത്ത് നിന്ന് സ്ലോ പോയ്സൺ പോലെ വരുന്നൊരു ഭാഗത്തോട്ട് വരുമ്പോൾ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സബ്ജക്റ്റ് ഇന്ത്യൻ സിനിമകളുടെ കേസിൽ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഇത് എൻറ്റയർലി സിനിമയിൽ കാണിക്കുന്നില്ലെങ്കിലും ഒരു ചെറിയ ഭാഗത്തേ ഉള്ളൂ. സോ അത് ഓരോ ഇൻഡിവിജ്വലിനും എങ്ങനെ ആവുമെന്ന് എനിക്ക് ഐഡിയ ഇല്ല. പിന്നെ കുറേ എപ്പിസോഡ്സ് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു സിനിമയ്ക്കകത്ത് ഇത്തരം ഒരു ടോപ്പിക്ക് കുറച്ച് നേരത്തിനേ വന്നിട്ടുള്ളൂ. അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിൽ ഒന്നും അല്ല അത് വന്നെങ്കിലും എനിക്കത് സാറ്റിസ്ഫൈങ് ആയിരുന്നു. കണക്റ്റിംഗ് ആയത് കാരണം വലിയ പ്രശ്നങ്ങൾ തോന്നിയിട്ടില്ല. ഞാൻ ഈ സിനിമ ഗ്രേറ്റ് ആണെന്നൊന്നും പറയില്ല, പക്ഷെ ഫ്ലോഡായൊരു നല്ല സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.